എല്ലാവർക്കും നമസ്കാരം. അരുൺസ് ഇംഗ്ലീഷ് പ്രാക്ടീസ് സെഷൻ്റെ 4ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ചെയ്യുന്നു അല്ലെങ്കിൽ ചെയ്യാറുണ്ട് എന്ന രീതിയിൽ സംസാരിക്കേണ്ടി വരുമ്പോൾ നമ്മൾ ഏത് രീതിയിലാണ് സെൻറ്റൻസ് കൺസ്ട്രക്ട് ചെയ്യേണ്ടതെന്നാണ് നമ്മൾ ഇതുവരെ കഴിഞ്ഞ ക്ലാസ്സിൽ 2-3 ക്ലാസ്സുകളായിട്ട് നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ എന്നിട്ട് അതിന് നമുക്കൊരു ടൈം പ്രാക്ടീസ് ഉണ്ടാവണം. ആ ടൈം പ്രാക്ടീസ് കിട്ടുന്നതിന് വേണ്ടി ഞാൻ നല്ലൊരു പ്രാക്ടീസ് മെത്തേഡ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അത് പ്രാക്ടീസ് ചെയ്തിട്ടുള്ളവർക്ക് കൃത്യമായിട്ട് എൻ്റെ റിസൾട്ട് മനസ്സിലാവും. അപ്പോൾ എല്ലാ ദിവസവും, ഒരു ദിവസമല്ല എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. അതെന്ന് പറയുന്നത് നമ്മളിവിടെ എന്ത് ചെയ്യുക, സബ്ജക്റ്റുകൾ ഞാൻ ഇവിടെ കുറച്ച് എഴുതിയിട്ടുണ്ട്. അത് ഞാൻ എല്ലാ ദിവസവും എഴുതുന്നതാണ്. അതിങ്ങനെ മാറ്റി ഇടുക, പല രീതിയിലുള്ള സബ്ജക്ട്സുകളാക്കുക. ഇവിടെ അതേപോലെ തന്നെ വെർബുകളും ഇവിടെ ഞാൻ ഇപ്പോൾ എഴുതിയേക്കുന്ന സ്പീക്ക് അല്ലെങ്കിൽ സ്പീക്സ്. അപ്പോൾ ഈ വെർബും ഓരോന്ന് മാറ്റിയിട്ട് പ്രാക്ടീസ് ചെയ്യുക. എങ്കിൽ മാത്രമേ കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എല്ലാ വെർബുകളും എല്ലാ സബ്ജക്ട്സും ഇട്ട് നമുക്ക് കൃത്യമായിട്ട് വളരെ ഒഴുക്കോടുകൂടി സംസാരിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ എന്താണ്, ഞാൻ ഒന്നുകൂടെ ജസ്റ്റ് പെട്ടെന്ന് ഓർമ്മിപ്പിക്കാം. ഇവിടെ എന്താണ്, ഇവിടെ ഫസ്റ്റ് സബ്ജക്റ്റ് ഐ ആണ്. അപ്പോൾ എന്ത് വരും, ഇവിടെ സ്പീക്സ് വരുമോ. അപ്പോൾ ഐ വരുമ്പോൾ ഇവിടെ എന്താ വരുന്നത്, സബ്ജക്റ്റ് സിംഗിൾ ഐ യുവും വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണ്ട, ഇവിടെ SORS വേണ്ട. അപ്പോൾ ഐ അല്ലേ, സ്പീക്ക് ഇംഗ്ലീഷ് വെരി വെൽ. അപ്പോൾ ഇവിടെ ഷീ ആവുമ്പോൾ എന്ത് വരും, സബ്ജക്റ്റ് സിംഗിളാണ്, ഷീ സ്പീക്സ് ഇംഗ്ലീഷ് വെരി വെൽ. യുവർ അങ്കിൾ ആണെങ്കിൽ യുവർ അങ്കിൾ ഒരാളെ ഉള്ളൂ, യുവർ അങ്കിൾ സ്പീക്സ് ഇംഗ്ലീഷ് വെരി വെൽ. ഹിസ് സിസ്റ്റേഴ്സ് ഒന്നിൽ കൂടുതലുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹിസ് സിസ്റ്റേഴ്സ് സ്പീക്ക് ഇംഗ്ലീഷ് വെരി വെൽ അല്ലേ. അതേപോലെ തന്നെ ദെയർ ഫാദർ, അവരുടെ അച്ഛൻ ഒരാളെ ഉള്ളൂ, ദെയർ ഫാദർ സ്പീക്സ് ഇംഗ്ലീഷ് വെരി വെൽ. ഹെർ ഫ്രണ്ട്സ് സ്പീക്ക് ഇംഗ്ലീഷ് വെരി വെൽ. മൈ പേരൻസ് സ്പീക്ക് ഇംഗ്ലീഷ് വെരി വെൽ. അവർ സിസ്റ്റർ സ്പീക്സ് ഇംഗ്ലീഷ് വെരി വെൽ. ശരിയല്ലേ. അപ്പോൾ ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ പ്രാക്ടീസ് ചെയ്ത് എന്ത് ചെയ്യുക, നല്ല ടൈം പ്രാക്ടീസ് ആക്കി എടുക്കുക. ഇതാണ് നമ്മൾ കഴിഞ്ഞ സെഷനിൽ 3 സെഷനായിട്ട് നമ്മൾ പറയുന്ന ഇത് തന്നെയാണ്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്കിവിടെ ഞാൻ ഒന്നും കൂടെ ഇതൊന്ന് ക്ലിയർ ആക്കാം. അതായത് എന്തിനു വേണ്ടി, ഏതെല്ലാം സന്ദർഭങ്ങളിലാണ് നമ്മൾ ഈ SORS വെർബിൻ്റെ ഫസ്റ്റ് ഫോം ഉപയോഗിച്ചിട്ടുള്ള സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ വീണ്ടും പറയുന്നത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആയതുകൊണ്ടാണ്. ഓക്കെ, ഇനി നോക്കൂ, ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്ന സെൻറ്റൻസ് ഏതാണ്, ഐ വർക്ക് ഇൻ ദ ഗൾഫ്. ഇതിൻ്റെ അർത്ഥം എന്താ, ഞാൻ ഗൾഫിലാണ് ജോലി ചെയ്യുന്നത്. ഇനി ശ്രദ്ധിച്ചോളൂ, ഒരാൾ നമ്മളോടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു വന്നിരിക്കട്ടെ, നീ എവിടെയാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ശരിക്കും ഒരു കൺസെപ്റ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഐ വർക്ക് ഇൻ ദ ഗൾഫ് എന്ന് ഞാൻ മറുപടി പറയും. ഒരാൾ എന്നോട് ചോദിക്കുന്നു, നീ എവിടെയാണ് ജോലി ചെയ്യുന്നത്, ഞാൻ പറയുന്നു ഞാൻ ഗൾഫിലാണ് ജോലി ചെയ്യുന്നത്. പക്ഷേ ഈ പറയുന്ന സമയത്ത് ഞാൻ എവിടെയായിരിക്കും, ഞാൻ ലീവിന് എൻ്റെ വീട്ടിലായിരിക്കും. ഞാൻ ലീവിൽ എൻ്റെ വീട്ടിൽ നിൽക്കുന്ന സമയത്താണ് ഞാൻ എന്ത് പറയുന്നത്, ഐ വർക്ക് ഇൻ ദ ഗൾഫ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് നമ്മൾ ഈ പറയുന്ന സമയത്ത് ആ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കണമെന്ന് നിർബന്ധമില്ല. ഈ പറയുന്ന സമയത്ത് ഈ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കണമെന്ന് നിർബന്ധമില്ല. അതായത് ഞാൻ ആദ്യം തന്നെ ഫസ്റ്റ് സെഷനിൽ തന്നെ പറഞ്ഞിരുന്നു, ചെയ്യുന്നു അല്ലെങ്കിൽ ചെയ്യാറുണ്ട്. അതായത് നമ്മൾ ജനറലി പൊതുവേ പറയുന്ന കാര്യങ്ങളാണ്. മനസ്സിലായോ? ഇപ്പോൾ ഉദാഹരണത്തിന് അടുത്തൊരു ഉദാഹരണം നോക്കിക്കോളൂ, ഐ ടീച്ച് ഇംഗ്ലീഷ്. ഇപ്പോൾ ഒരാൾ എന്നോട് ചോദിക്കുന്നു, നീ എന്താണ് പഠിപ്പിക്കുന്നത്, വാട്ട് യു ടീച്ച്. അപ്പം ഞാൻ എന്താ പറയുന്നത്, ഞാൻ ഇംഗ്ലീഷാണ് പഠിപ്പിക്കുന്നത്. പക്ഷേ ഞാൻ ആ സമയത്ത് ചിലപ്പോൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കാം, ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കാം. ചിലപ്പോൾ ഞാൻ ആ സമയത്ത് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കാം. ആ സമയത്താണ് പറയുന്നത് ഞാൻ ഇംഗ്ലീഷാണ് പഠിപ്പിക്കുന്നത്. മനസ്സിലായോ? അല്ലാതെ ഞാനിപ്പോൾ ഇംഗ്ലീഷ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നല്ല ഈ സെൻറ്റൻസിൻ്റെ അർത്ഥം. അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും, അത് അടുത്ത വേറെ സെഷനിലാണ് വരുന്നത്, അത് വേറെ സ്ട്രക്ചറാണ്. പക്ഷേ എങ്കിലും ഞാനിപ്പോൾ ഇവിടെ പറയാം, ഞാനിപ്പോൾ ഇംഗ്ലീഷ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് പറയും, ഐ ആം ടീച്ചിങ് ഇംഗ്ലീഷ്. ഞാനിപ്പോൾ ഇംഗ്ലീഷ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ ആം ടീച്ചിങ് ഇംഗ്ലീഷ് നൗ. ഞാനിപ്പോൾ ഇംഗ്ലീഷ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അതാണ് അതിൻ്റെ സ്ട്രക്ചർ. ഇവിടെ എന്ന് പറയുന്നത് എന്താണ്, ഞാൻ ചെയ്യുന്നു അല്ലെങ്കിൽ ചെയ്യാറുണ്ട്, ഞാൻ ഇംഗ്ലീഷാണ് പഠിപ്പിക്കുന്നത്. ഒരാൾ ചോദിക്കുമ്പോൾ നമ്മൾ പറയുകയാണ്. മനസ്സിലായി? അതേപോലെ തന്നെ ഞാൻ ഗൾഫിലാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ആ സമയത്ത് ഞാൻ ഗൾഫിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണമെന്ന് നിർബന്ധം ഇല്ല. മനസ്സിലായോ? അപ്പോൾ ഈ രീതിയിലുള്ള ചെയ്യുന്നു അല്ലെങ്കിൽ ചെയ്യാറുണ്ട് എന്ന രീതിയിലുള്ള സെൻറ്റൻസുകളാണ് നമ്മൾ വെർബിൻ്റെ ഫസ്റ്റ് ഫോം ഉപയോഗിച്ച് നമ്മൾ പറയുന്നത്. ഞാനൊന്നും കൂടെ ആ ഒരു സെൻറ്റൻസ് ക്രിയേഷൻ വരുന്നത് ഏത് രീതിയിലുള്ള സെൻറ്റൻസുകളാണെന്ന് പറയാനായിട്ട് വീണ്ടും ഞാനത് നിങ്ങളെ മനസ്സിലാക്കി തരാൻ വേണ്ടി പറയുകയാണ്. അപ്പോൾ ഇവിടെ നോക്കാം, ഐ വർക്ക് ഇൻ ദ ഗൾഫ്. ഞാൻ ഗൾഫിലാണ് വർക്ക് ചെയ്യുന്നത്. പറയുന്ന സമയത്ത് ചിലപ്പോൾ ഞാൻ വീട്ടിലായിരിക്കും, ലീവിലായിരിക്കാം. ഇനി ഐ ടീച്ച് ഇംഗ്ലീഷ്. ഞാൻ ഇംഗ്ലീഷാണ് പഠിപ്പിക്കുന്നത്. ഈ പറയുന്ന സമയത്ത് ഞാൻ ചിലപ്പോൾ ഡ്രൈവ് ചെയ്യുകയായിരിക്കാം. ഇനി നോക്കിയോ, ഷീ ഈറ്റ്സ് മീറ്റ്. അവൾ, നോക്കിക്കോളൂ, ഷീ ഈറ്റ്സ് കഴിക്കുന്നു അല്ലെങ്കിൽ കഴിക്കാറുണ്ട്. എന്ത്, മീറ്റ്. അവൾ ഇറച്ചി കഴിക്കാറുണ്ട് എന്ന് പറയുമ്പോൾ എന്താണ്, ജനറലി നമ്മൾ പറയുന്നതാണ്, അല്ലാതെ ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുകയല്ല. അവൾ ഇറച്ചി കഴിക്കാറുണ്ടോ, അവൾ ഇറച്ചി കഴിക്കാറുണ്ട്. അതാണ് ഈ സെൻറ്റൻസിനർത്ഥം, ഷീ ഈറ്റ്സ് മീറ്റ്.
ഇനി മൈ മദർ ഗോസ് ടു ടെമ്പിൾ എവരി ഡേ. എൻ്റെ അമ്മ എല്ലാ ദിവസവും ഗോസ് അല്ലേ, മൈ മദർ ഗോസ് പോകുന്നു, പോകാറുണ്ട്. എൻ്റെ അമ്മ എല്ലാ ദിവസവും അമ്പലത്തിൽ പോകാറുണ്ട്. അമ്മ ഇപ്പോൾ അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയല്ല, പിന്നെയോ എൻ്റെ അമ്മ എല്ലാ ദിവസവും അമ്പലത്തിലേക്ക് പോകാറുണ്ട്. ഞാൻ വീണ്ടും വീണ്ടും ഈ സെൻറ്റൻസുകൾ പറയുന്നത് വെർബിൻ്റെ ഫസ്റ്റ് ഫോം ഉപയോഗിച്ച്, അതായത് എസ് ഓർ ഇ എസ് വരുന്ന വെർബിൻ്റെ ഫോം ഉപയോഗിച്ച് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന ഉണ്ടാക്കുന്ന സെൻറ്റൻസുകൾ ഏത് രീതിയിലുള്ളതാണ്, എപ്പോഴൊക്കെയാണ് നിങ്ങൾക്ക് സംസാരിക്കേണ്ടി വരുന്നത്, അത് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും വീണ്ടും പറഞ്ഞത്. ഓക്കെ ഇനി നോക്കൂ, ഇവിടെ ഒരു 3 സെൻറ്റൻസ്. അതായത് മൈ ഡോട്ടർ ഗെറ്റ്സ് അപ്പ് അറ്റ് 8 o'clock in the morning. എന്താണ്? മൈ ഡോട്ടർ ഗെറ്റ്സ് അപ്പ് അറ്റ് 8 o'clock in the morning. എൻ്റെ മകൾ എല്ലാ ദിവസവും രാവിലെ എത്ര മണിക്കാണ്? 8 മണിക്കാണ് എഴുന്നേൽക്കുന്നത്. മൈ ഡോട്ടർ ഗെറ്റ്സ് അപ്പ് അറ്റ് 8 o'clock in the morning. എൻ്റെ മകൾ എന്നും രാവിലെ 8 മണിക്കാണ് എഴുന്നേൽക്കുന്നത്. ഇനി രണ്ടാമത്തെ സെൻറ്റൻസ് നോക്കിയോ, മൈ സൺ ഗെറ്റ്സ് അപ്പ് അറ്റ് 5 o'clock in the morning. എൻ്റെ മകൻ എന്നും രാവിലെ 5 മണിക്കാണ് എഴുന്നേൽക്കുന്നത്. ഇനി അടുത്ത സെൻറ്റൻസ് നോക്കിയോ, ദേ ഗോ ടു സ്കൂൾ അറ്റ് 9 o'clock. അവർ എല്ലാ ദിവസവും എന്താണ്? 9 മണിക്ക്. ദേ ഗോ ടു സ്കൂൾ അറ്റ് 9 o'clock in the morning എവരി ഡേ. അവർ എല്ലാ ദിവസവും, അവരാണ് ഇവിടെ, അവർ എല്ലാ ദിവസവും എന്ത് ചെയ്യുന്നു? സ്കൂളിൽ 9 മണിക്ക് പോകുന്നു. 3 സെൻറ്റൻസ്. എൻ്റെ മകൾ എല്ലാ ദിവസവും രാവിലെ 8 മണിക്ക് എഴുന്നേൽക്കുന്നു. എൻ്റെ മകൻ എല്ലാ ദിവസവും രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കുന്നു. അവർ എന്ത് ചെയ്യുന്നു? എല്ലാ ദിവസവും രാവിലെ 9 മണിക്ക് സ്കൂളിൽ പോകുന്നു. ഇനി നോക്കിക്കോളൂ, ഇവിടെ എന്താണ്? ഞാൻ ആദ്യം പറഞ്ഞു പ്രവൃത്തി ചെയ്യുന്ന ആരോ അത് സബ്ജക്റ്റാണ്. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് ഏതാണ്? മൈ ഡോട്ടർ അല്ലേ? ഇവിടെ മൈ ഡോട്ടർ എന്നുള്ളതാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. നോക്കിക്കോളൂ, ഇവിടെയാണ് ഫസ്റ്റ് പോർഷൻ വന്നു. ഇനി രണ്ടാമത്തെ ഇവിടെ എന്താ വരുന്നത്? ഗെറ്റ്സ് അപ്പ് അല്ലേ? ഇവിടെ എന്താണ്? ഗെറ്റ് അവിടുത്തെ വെർബ് ഏതാ? ഗെറ്റാണ്. ഗെറ്റ്സ് അപ്പ് എന്ന് പറഞ്ഞാൽ എണീക്കുക. ഗെറ്റ് നോക്കിയാൽ ഗെറ്റ് അതിൻ്റെ സെക്കൻഡ് ഫോം ഏതാ? ഗോട്ട് വരും. ഇവിടെ നമുക്ക് ഗെറ്റ് നോക്കാം. അപ്പോൾ മൈ ഡോട്ടർ ആയതുകൊണ്ട് ഗെറ്റ്സ് വന്നു. അപ്പോൾ ഇവിടെ സബ്ജക്റ്റ് വന്നു, പിന്നെ വെർബ് വന്നു. ഓക്കെ, അതേപോലെ ഇവിടെ നോക്കിക്കോളൂ, ഇവിടെ സബ്ജക്റ്റ് ഏതാണ്? മൈ സൺ അല്ലേ? അവിടെയും വെർബ് ചെയ്ത് തന്നെയാണ് ഗെറ്റ്. മൈ സൺ ആയതുകൊണ്ട് ഗെറ്റ്സ് വന്നു. ഇനി ഇവിടെ ദേ, അവറാണ് സബ്ജക്റ്റ്, അവറാണ് ദേ, അതുകൊണ്ട് ഇവിടെ വന്നു എസ് ഓർ എസ് വേണ്ട, ഗോ വന്നു. മനസ്സിലായോ? അപ്പോൾ ഇത് നമ്മൾ പലതവണ പറഞ്ഞതാണ്. ഇനി ഞാനിപ്പോൾ ഇതെന്തിനാണ് ഇവിടെ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ നമ്മളിപ്പോൾ ചെയ്യുന്നു അല്ലെങ്കിൽ ചെയ്യാറുണ്ട് എന്ന രീതിയിലുള്ള സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് നമുക്കന്നേരം ഇവിടെ എന്ത് ചെയ്യാം? ഒരു കൺസ്ട്രക്ഷൻ, ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഒരു കൺസ്ട്രക്ഷൻ രീതിയുണ്ട്, ഒരു മെത്തേഡുണ്ട്. അപ്പോൾ എന്താണത്? അതായത് ഇവിടുത്തെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് വരുന്നത്? സ്ട്രക്ചർ, നമുക്കതിനെ സ്ട്രക്ചർ എന്ന് പറയാം. എന്താണ് വരുന്നത്? ഇവിടെ നോക്കിക്കോളൂ, ആദ്യം നമ്മളിവിടെ എന്ത് വരും? സബ്ജക്റ്റ് വരും അല്ലേ? സബ്ജക്റ്റ് എന്താണ്? സബ്ജക്റ്റ് പ്ലസ് എന്താണ്? ഇവിടെ നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്? വെർബിൻ്റെ ഫസ്റ്റ് ഫോം. സബ്ജക്റ്റ് പ്ലസ് വെർബിൻ്റെ ഫസ്റ്റ് ഫോം V1 എന്നിടുക. ഇനി വേണമെങ്കിൽ ഒന്നും കൂടെ ഒന്ന് മനസ്സിൽ ഉറച്ച് ഇരിക്കാൻ വേണ്ടി, മനസ്സിലാക്കി ഇരിക്കാൻ വേണ്ടെങ്കിൽ എന്തിടുക? ഇതും കൂടി ഇട്ടേക്കുക, എസ് അല്ലെങ്കിൽ ES. ഇവിടെ വെർബിൻ്റെ ഫസ്റ്റ് ഫോം വരും, അവിടെ എന്ത് വേണം? ഒന്നുകിൽ വെർബിൻ്റെ ഫസ്റ്റ് ഫോമിൻ്റെ അവിടെ ഒന്നുകിൽ എസ് വരും അല്ലെങ്കിൽ ES വരും. മനസ്സിലായോ? അപ്പോൾ ഇവിടുത്തെ സ്ട്രക്ചർ ഏതാണ്? സബ്ജക്റ്റ് പ്ലസ് V1. മനസ്സിലായോ? അവിടെ അതിൻ്റെ നിയമം എസ് ഓർ ES കൂടി ഉപയോഗിക്കണം. ഓക്കെ, അപ്പോൾ എങ്ങനെ ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക? ഒരു കോളത്തിൽ ഇപ്പം ഇതും കൂടെ എഴുതി വെച്ചേക്കുക. എന്താണ്? അതായത് ചെയ്യുന്നു അല്ലെങ്കിൽ ചെയ്യാറുണ്ട് എന്ന രീതിയിൽ സംസാരിക്കാൻ. അപ്പോൾ നമുക്കിവിടെ എങ്ങനെ എഴുതാം? ചെയ്യുന്നു അല്ലെങ്കിൽ ചെയ്യാറുണ്ട് എന്ന രീതിയിൽ സംസാരിക്കാൻ. മനസ്സിലായോ? ചെയ്യുന്നു അല്ലെങ്കിൽ ചെയ്യാറുണ്ട് എന്ന രീതിയിൽ സംസാരിക്കാൻ അതിൻ്റെ സ്ട്രക്ചർ ഏതാണ്? സബ്ജക്റ്റ് പ്ലസ് V1. ഇതാണ്. മനസ്സിലായോ? ഇനി ഇത് എവിടെയെങ്കിലും ഒരു നോട്ട് ബുക്കിൽ നമ്മളിവിടെ എന്ത് ചെയ്യുക? ഇത് എഴുതിയിട്ട് ഇങ്ങനെ കൃത്യമായിട്ട് ഇങ്ങനെ എഴുതിയിട്ട് ഇതിലിങ്ങനെ ഒരു ചുമന്ന ഒരു പേന കൊണ്ട് ഒന്ന് എന്ത് ചെയ്യുക? ഒന്ന് വരച്ച് വൃത്തിയാക്കിയിടുക. അത് ഒരു സ്ട്രക്ചർ നമ്പർ 1 ആണ് ഇവിടെ. മനസ്സിലായി? ഇനി കുറേ സ്ട്രക്ചേഴ്സ് ഇതുപോലെ വരുന്നുണ്ട്. അപ്പോൾ വളരെ ഈസിയാണ്. അപ്പോൾ ഈ സ്ട്രക്ചർ ഓർത്തിരുന്നാൽ മതി. സബ്ജക്റ്റ് പ്ലസ് V1 ഇതാണ് ചെയ്യുന്നു അല്ലെങ്കിൽ ചെയ്യാറുണ്ട് എന്ന രീതിയിൽ സംസാരിക്കാനുള്ള സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോൾ ഒരു വീട് വെക്കണമെങ്കിൽ പോലും നമ്മൾ ആദ്യം എന്ത് ചെയ്യും? അതിൻ്റെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കും. പിന്നെയാണ് അത് എന്ത് ചെയ്യുന്നത്? കട്ടയൊക്കെ വെച്ച് കെട്ടി നമ്മൾ പല റൂമുകളിലായിട്ടൊക്കെ തിരിക്കും. അപ്പോൾ അതിൻ്റെ ബേസാണ്, അതിൻ്റെ ഒരു സ്ട്രക്ചറാണ്. അപ്പോൾ ഇവിടെ ഈ സ്ട്രക്ചർ ഇത് ഉപയോഗിക്കുക. അതായത് സബ്ജക്റ്റ് പ്ലസ് V1 SORES ഉപയോഗിക്കണം അവിടെ. അതാണ് ചെയ്യുന്നു അല്ലെങ്കിൽ ചെയ്യാറുണ്ട് എന്ന രീതിയിൽ സംസാരിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സ്ട്രക്ചറാണ്. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ നോട്ട്സായിട്ട് ഇങ്ങനെ എഴുതി എന്ത് ചെയ്യുക? ഒരു ചുമന്ന മഷി കൊണ്ട് ഇങ്ങനെ ഒന്ന് വരച്ച് ഒരു കോളം വരച്ചിടുക. ഓക്കെ, സ്ട്രക്ചർ നമ്പർ 1 ആണ്. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ ഇനി ഈ രീതിയിൽ സെൻറ്റൻസുകൾ, അതായത് ചെയ്യുന്നു അല്ലെങ്കിൽ ചെയ്യാറുണ്ട് എന്ന രീതിയിൽ സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ സബ്ജക്റ്റ് പ്ലസ് V1. ഓക്കെ, ഇനി നമുക്ക്
ഹിന്ദു ന്യൂസ് പേപ്പറിൽ നമ്മുടെ ഈ വെർബിൻ്റെ ഫസ്റ്റ് ഫോം വെച്ച് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ന്യൂസ്, ഒരു 3-4 ന്യൂസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ന്യൂസ് 19-ാം തീയതി വന്ന ന്യൂസാണ്. ഓക്കെ, ആ ന്യൂസ് എന്ന് പറയുന്നത് ശബരിമല ഗോൾഡ് തെഫ്റ്റ് കേസ്, ഹൈക്കോർട്ട് ആസ്ക്സ് SIT ടു ഗീവ് ഡീറ്റെയിൽ റിപ്പോർട്ട് ബൈ ജൂൺ 29. എന്താണ് ആ ന്യൂസ്? എന്താണ്? ശബരിമലയിലെ തെഫ്റ്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരു മോഷണം, കള്ളം. അപ്പോൾ ശബരിമല ഗോൾഡ് തെഫ്റ്റ് കേസ്, ശബരിമലയിലെ ആ ഒരു സ്വർണ്ണക്കൊള്ള കേസ്, ഹൈക്കോർട്ട് ആസ്ക്സ്. കണ്ടോ, എന്താണ് ഹൈക്കോർട്ട്? അവിടെ അടുത്ത വെർബ് എന്താ വന്നേക്കുന്നത്? ASKS ഇല്ലയോ? ആസ്ക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ആസ്ക് എന്ന് പറയുന്ന വെർബിൻ്റെ കൂടെ എസും കൂടെ ചേർത്തിട്ടുണ്ട് അല്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ ചേർത്തത്? ഹൈക്കോർട്ട്, അവിടെ ഒരു സിംഗുലർ സബ്ജക്റ്റ് വന്നതുകൊണ്ടാണ്. അപ്പോൾ ഹൈക്കോർട്ട് ആസ്ക്സ് SIT ടു ഗീവ് ഡീറ്റെയിൽ റിപ്പോർട്ട് ബൈ ജൂൺ 29. മനസ്സിലായോ? അപ്പോൾ എന്ത് ചെയ്യുന്നു? ഹൈക്കോർട്ട് ആവശ്യപ്പെടുന്നു. അതാണ് എന്താ? ആവശ്യപ്പെട്ടു എന്നോ ആവശ്യപ്പെടും എന്നോ അല്ല, പിന്നെയോ ഹൈക്കോർട്ട് ആവശ്യപ്പെടുന്നു. എന്താവശ്യപ്പെടുന്നു? SITയോടുകൂടി എന്ത്? ടു ഗീവ്, കൊടുക്കുക, നൽകുക, ഡീറ്റെയിൽഡ് റിപ്പോർട്ട്, വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് എന്നോ ബൈ ജൂൺ 29. എന്ന് വെച്ചാൽ എന്താണ്? ബൈ ഓടുകൂടി. അപ്പോൾ ഇത് ഇടയ്ക്ക് എന്തെങ്കിലും പറയുന്നതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ബൈ എന്ന് പറഞ്ഞാൽ ഓടുകൂടി, ബൈ ടുമോറോ നാളെയോടുകൂടി, ബൈ ടുഡേ ഇന്നത്തോടുകൂടി, ബൈ നെക്സ്റ്റ് മന്ത് അടുത്ത മാസത്തോടു കൂടി. ഇവിടെ ബൈ ജൂൺ 29 കൂടി, ജൂൺ 29-ാം തീയതിയോട് കൂടി. മനസ്സിലായോ? അപ്പോൾ ഹൈക്കോർട്ട് ആസ്ക്സ് SIT ടു ഗീവ് ഡീറ്റെയിൽ റിപ്പോർട്ട് ബൈ ജൂൺ 29. ഇവിടെ ഇപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഹൈക്കോർട്ട് സബ്ജക്റ്റ്, ആസ്ക്സ് വെർബ്. അവിടെ ഹൈക്കോർട്ട് ആയതുകൊണ്ട് അവിടെ ASK എന്ന് പറയുന്ന വെർബിനോടൊപ്പം ആസ്കിനോടൊപ്പം ഒരു എസും കൂടെ ചേർത്തു. മനസ്സിലായോ? ഹൈക്കോർട്ട് ആവശ്യപ്പെടുന്നു. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത ന്യൂസ് നോക്കാം. ട്രംപ് പെസഷ്കിൻ സൈൻ അക്കോർഡ് ടു എൻഡ് വാർ. എന്താ പറഞ്ഞേക്കുന്നത്? ട്രംപ്, അതോടൊപ്പം തന്നെ ട്രംപ് എന്ന് പറഞ്ഞാൽ ആരാണെന്നറിയാമല്ലോ? അതെ, US പ്രസിഡൻ്റാണ്. അതേപോലെ തന്നെ പെസഷ്കിൻ എന്ന് പറയുന്നത് ആരാണ്? അത് ഇറാനിയൻ പ്രസിഡൻ്റാണ്. 2024 മുതലുള്ള ഇറാനിലെ പ്രസിഡൻ്റാണ്. അദ്ദേഹം ഒരു പൊളിറ്റീഷ്യൻ മാത്രമല്ല, അദ്ദേഹം അവിടുത്തെ ഒരു വലിയൊരു ഹേർട്ട് സർജൻ കൂടിയാണ്. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഹേർട്ട് സർജൻ കൂടിയാണ് ആര്? പെസഷ്കിൻ എന്ന് പറയുന്ന ആൾ. അപ്പോൾ ട്രംപ് പെസഷ്കിൻ സൈൻ അക്കോർഡ് എന്ന് വെച്ചാൽ എന്താ? സൈൻ അക്കോർഡ് എന്ന് സൈൻ എന്ന് പറഞ്ഞാൽ അറിയാം, സൈൻ ചെയ്യുക. അക്കോർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ഉടമ്പടി അല്ലേ? ഒരു ഉടമ്പടി, ഇല്ലെങ്കിൽ അവിടെ ഒരു എന്താണ്? ഒരു ഉടമ്പടി അവരെന്ത് ചെയ്യുന്നു? സൈൻ ചെയ്യുന്നു. എന്തിനു വേണ്ടി? ടു എൻഡ് വാർ, എൻഡ് ചെയ്യുക. എന്താണ്? നിർത്തുക. വാർ എന്ന് പറഞ്ഞ യുദ്ധം. അപ്പോൾ ട്രംപും പെസഷ്കിൻ കൂടി എന്ത് ചെയ്യുന്നു? ഒരു ഉടമ്പടി സൈൻ ചെയ്യുന്നു. എന്തിനു വേണ്ടിയാണ്? ടു എൻഡ് വാർ, യുദ്ധം നിർത്താൻ വേണ്ടി. ഈസ് സാങ്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉപരോധങ്ങൾ. അപ്പോൾ ഈസ് ചെയ്യുക, അതിനെ സാങ്ഷൻസിനെയൊക്കെ കുറയ്ക്കാനും ഒക്കെ വേണ്ടിയുള്ള എന്താണ്? ഒരു ഉടമ്പടി ഇവിടെ സൈൻ ചെയ്യുന്നു. ഇവിടെ എന്താണ് നമുക്കറിയേണ്ടത്? നമ്മളുടെ ഇവിടെ എന്താണ്? ഇവിടുത്തെ വെർബ് എന്താണ്? സൈൻ അക്കോർഡ് അല്ലെ? സൈൻ ചെയ്യുക, അതാണ് ഇവിടുത്തെ വെർബ് എന്ന് പറയുന്നത്. അവിടെ SOS ഉണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ്? നോക്കൂ, സബ്ജക്ട്സ് നോക്കൂ. ട്രംപും പിന്നെ ആരുമുണ്ട്? പെസഷ്കിൻ എന്ന് പറഞ്ഞ 2 പേരെ പറ്റിയുള്ള കാര്യങ്ങളാണ് പറയുന്നത് അല്ലേ? ഒന്നിൽ കൂടുതൽ സബ്ജക്ട്സ് ഉണ്ട്. അതുകൊണ്ടാണ് അവിടെ SOS വരാതെ സൈൻ എന്ന് വന്നത്. സൈൻ അക്കോർഡ് ഇല്ലേ? ഉടമ്പടി സൈൻ ചെയ്യുക. മനസ്സിലായോ? ട്രംപ് പെസഷ്കിൻ സൈൻ അക്കോർഡ് ടു എൻഡ് വാർ ഈസ് സാങ്ഷൻസ്. ഓക്കെ, ഇനി ഇപ്പോൾ ട്രംപ് ഇങ്ങനൊരു ന്യൂസ് വന്നെന്ന് ഇരിക്കട്ടെ. അതായത് ഈ യുദ്ധം നിർത്താൻ വേണ്ടി ട്രംപ് ഒരു ഉടമ്പടി സൈൻ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ആ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ട്രംപ് അവിടെ സിംഗുലർ സബ്ജക്റ്റാണ്. അപ്പോൾ ട്രംപ് എന്ത് ചെയ്യുന്നു? സൈൻസ് അക്കോർഡ് എന്ന് വന്നേനെ. ഇവിടെ എന്താണ്? സൈൻ അക്കോർഡാണ്. അവിടെ ട്രംപ് എന്ന് പറയുന്ന ഒരൊറ്റ സബ്ജക്റ്റേ ഉണ്ടായിരുന്നുള്ളെങ്കിൽ അവിടെ എന്ത് വന്നേനെ? സൈൻസ് അക്കോർഡ് ടു എൻഡ് വാർ എന്ന് വന്നേനെ. ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ ട്രംപും പെസഷ്കിനും ഉണ്ടായതുകൊണ്ട് സൈൻ അക്കോർഡ് വന്നു. ട്രംപ് മാത്രമേ ഉണ്ടായിരുന്നുവെങ്കിൽ, ട്രംപ് ഒരു ഉടമ്പടി ഒപ്പുവെക്കുന്നു എന്ന് വന്നിരുന്നെങ്കിൽ ട്രംപ് സൈൻസ് അക്കോർഡ് എന്ന് വന്നേനെ. മനസ്സിലായല്ലോ? അപ്പോൾ അതാണ് ആ ന്യൂസ്. ട്രംപ് പെസഷ്കിൻ സൈൻ അക്കോർഡ് ടു എൻഡ് വാർ ഈ സാങ്ഷൻസ്. ഓക്കെ, ഇനി അടുത്ത് നമുക്കൊരു ന്യൂസ് നോക്കാം. അത് ഇന്നത്തെ ന്യൂസാണ്. ഓക്കെ, ഇതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളൊരു ന്യൂസാണ്. നോക്കിക്കോളൂ. ഇറാൻ ക്ലോസസ് ഹോർമൂസ് ആമിഡ് ഇസ്രേലി അറ്റാക്സ് ഓൺ ലെബനൻ. എന്താ പറഞ്ഞേക്കുന്നത്? ഇറാൻ എന്ന് പറഞ്ഞ രാജ്യം എന്ത് ചെയ്യുന്നു? ക്ലോസ് ചെയ്യുന്നു. ക്ലോസസ് ഹോർമൂസ് എന്ന് പറഞ്ഞാൽ ഒരു കടലെടുക്കാണ്. അപ്പോൾ ഇറാൻ ക്ലോസസ് ഹോർമൂസ് ആമിഡ് ഇസ്രേലി അറ്റാക്സ് ഓൺ ലെബനൻ. അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? ഇറാൻ, നിങ്ങൾക്ക് അർത്ഥം മനസ്സിലായി. ഇറാൻ എന്ത് ചെയ്യുന്നു? ക്ലോസ് ചെയ്യുന്നു. മനസ്സിലായോ? അവിടെ എന്തോ വന്നേക്കുന്ന SOS ഉണ്ട്, ക്ലോസസ് എന്നുണ്ട്. എന്തുകൊണ്ടാണ്? ഇറാൻ അവിടെ ഒരു സിംഗുലർ സബ്ജക്റ്റാണ്. അതുകൊണ്ട് ഇറാൻ ക്ലോസസ് എന്ന് വന്നു. മനസ്സിലായോ? ഇറാൻ ക്ലോസസ് ഹോർമൂസ് ആമിഡ് ഇസ്രേലി അറ്റാക്സ് ഓൺ ലെബനൻ. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു, 19-ാം തീയതിയിലത്തെ ന്യൂസ് കണ്ടു. എന്ത് കണ്ടു? അവിടെ
അവരൊരു സൈൻ അക്കോർഡ്, അതായത് അവർ ഉടമ്പടിയൊക്കെ ഒപ്പുവെച്ചിട്ട് യുദ്ധം നിർത്താൻ പോയിരുന്നു. പക്ഷേ എന്ത് ചെയ്തു? അത് വയലേറ്റ് ചെയ്യുന്നു. എന്താണ് അവിടെ അവർ പറഞ്ഞിരിക്കുന്നത്? ഇന്നത്തെ ന്യൂസ് വായിച്ചു കാണും, ലെബനനിൽ ഇസ്രായേൽ അറ്റാക്സ് നടന്നതുകൊണ്ട് അവരതൊക്കെ മറന്നിട്ട് വീണ്ടും എന്ത് ചെയ്യുന്നു? അവർ ആ ഹോർമോസ് അടയ്ക്കാനായിട്ട് പോവുകയാണെന്നുള്ളതാണ് ഇന്നത്തെ ന്യൂസ്. ഓക്കെ, മനസ്സിലായോ? ഇനി അടുത്ത ഒരു ന്യൂസ് കൂടെ നമുക്ക് നോക്കാം. എന്താണ്? നമ്മുടെ ഇവിടുത്തെ പറ്റിയുള്ളൊരു ന്യൂസാണ്. അതായത് നമ്മൾ കണ്ടു, കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു, വായിച്ചു, പത്രത്തിലെ പ്രധാനപ്പെട്ട ന്യൂസായിരുന്നു. അതായത് നമ്മുടെ പുതിയ CMൻ്റെ ഒരു ബഡ്ജറ്റ് അവതരണം ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ചുള്ള ന്യൂസാണ്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ബഡ്ജറ്റ് ഓഫേഴ്സ് ഹോപ്പ് ടു റയോട്ട്സ് ഫോർ റെസൊല്യൂഷൻ ഓഫ് ലാൻഡ് ഇഷ്യൂസ്. എന്താണ് ആ ന്യൂസ്? എന്താണെന്ന് നോക്കാം. ബഡ്ജറ്റ് ഓഫേഴ്സ് എന്താണ്? എന്താ അവിടുത്തെ വെർബ്? ഓഫർ. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഓഫേഴ്സ്. കണ്ടോ? SORES ഉണ്ട്. എന്തുകൊണ്ടാണ്? ബഡ്ജറ്റ് എന്ന് പറയുന്ന ഒരെണ്ണം അവിടെ സിംഗിൾ സബ്ജക്റ്റായി വന്നുകൊണ്ട് ബഡ്ജറ്റ് ഓഫേഴ്സ്. ബഡ്ജറ്റ് ഓഫർ ചെയ്യുന്നു. എന്ത് ഓഫർ ചെയ്യുന്നു? ഹോപ്പ്, പ്രതീക്ഷ. എന്തിനു വേണ്ടിയുള്ള പ്രതീക്ഷ? ടു റയോട്ട്സ്. റയോട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? RYOTS. റയോട്ട്സ് എന്ന് പറഞ്ഞാൽ കർഷകൻ എന്നാണ്. കർഷകൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പ്രധാനപ്പെട്ട ഒരു ഇന്ത്യൻ നല്ലൊരു മീനിങ്ങിലേക്ക് പോവുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഭൂമി ഒക്കെ പാട്ടത്തിനെടുത്ത് പണ്ട് മുതലേ കൃഷി ചെയ്യുന്ന ആൾക്കാർക്ക് പറയുന്ന ഒരു പേരാണ് റയോട്ട്സ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ എന്താ? ബഡ്ജറ്റ് ഓഫേഴ്സ് ഹോപ്പ്, പ്രതീക്ഷ നൽകുന്നു. ആർക്കാണ്? ഇങ്ങനെയുള്ള കർഷകർക്ക്, റയോട്ട്സിന്. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ റെസൊല്യൂഷൻ ഓഫ് ലാൻഡ് ഇഷ്യൂസ്. അവരുടെ ലാൻഡ്, അവരുടെ ഭൂമി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കുള്ള ഒരു പരിഹാരം, ഒരു പുതിയ നല്ല തീരുമാനങ്ങൾ, റെസൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു പരിഹാരം എന്ന നിലയ്ക്ക് അവർക്കുണ്ടാകുമെന്ന നിലയ്ക്ക് ഒരു ഹോപ്പ്, ഒരു പ്രതീക്ഷ നൽകുന്നു. എന്ത് പ്രതീക്ഷ നൽകുന്നു? ബഡ്ജറ്റ് ഒരു പ്രതീക്ഷ നൽകുന്നു. ബഡ്ജറ്റ് ഓഫേഴ്സ്, ഓഫർ ചെയ്യുന്നു. അവിടെ അത് ബഡ്ജറ്റ് അവിടെ സിംഗിൾ സബ്ജക്റ്റ് ആയതുകൊണ്ടാണ് ഇവിടെ ഓഫേഴ്സ് എന്ന് വന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞ് നിർത്താം. അതായത് ഇവിടെ നമ്മൾ പറഞ്ഞു റയോട്ട്സ്, RYOTS, റയോട്ട്സ്. ഞാൻ പറഞ്ഞു നേരത്തെ എന്താണ്? ഭൂമിയൊക്കെ പാട്ടത്തിനടുത്ത് കൃഷി ചെയ്യുന്ന ആൾക്കാർക്ക്, ഇന്ത്യൻ നേരത്തെയുള്ള കർഷകർക്ക് പറയുന്ന ഒരു പേരാണ് റയോട്ട്സ് എന്ന് പറയുന്നത്. ഇനി നമുക്കൊരു സംശയം കൂടി വരും. അവിടെ അതേപോലെ തന്നെ വേറെ ഒരു വാക്കും കൂടിയുണ്ട്. എന്താണ്? റൈറ്റ്സ്, RIOT, റൈറ്റ്. അതാണ് നമ്മൾ കൂടുതൽ പഠിച്ചിട്ടുള്ളത്. അതെന്താണ്? RIOT, റൈറ്റ്സ്. അതിൻ്റെ പ്രൊണൗൺസിയേഷൻ എങ്ങനെയാണ്? റൈറ്റ്. അതിനെന്താ പറയുന്നത്? അതിൻ്റെ മീനിങ് എന്താണ്? ലഹള. റൈറ്റ്, ലഹള. മനസ്സിലായോ? ഇത് റയോട്ട്സ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് വാക്കുകളും ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ പ്രധാനപ്പെട്ട ഒരു 3-4 ന്യൂസ് നമ്മൾ എന്ത് ചെയ്ത് നോക്കി. 19-ാം തീയതിയിലത്തെയും ഇന്നത്തെയൊക്കെ ആയിട്ടുള്ള 21-ാം തീയതിയിലത്തേക്ക് ആയിട്ടുള്ള 3-4 ന്യൂസുകൾ നമ്മൾ നോക്കി. അതാണ് നമ്മൾ വെർബിൻ്റെ ഫസ്റ്റ് ഫോമിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ന്യൂസാണ്. അപ്പോൾ അതിൻ്റെ ഏകദേശം, അതായത് ചെയ്യുന്നു അല്ലെങ്കിൽ ചെയ്യാറുണ്ട് എന്ന രീതിയിൽ നമ്മൾ സംസാരിക്കുന്ന രീതിയിലുള്ള എക്സാമ്പിൾസാണ് നമ്മളിപ്പോൾ ഈ ന്യൂസിൽ നമ്മൾ കണ്ടത്. അപ്പോൾ ഇന്ന് നമുക്കിവിടെ നമ്മുടെ ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. ഇറ്റ്സ് ടൈം ടു വൈൻഡ് അപ്പ് ടുഡേ സെഷൻ. ഇനി ഇവിടെ നോക്കിക്കോളൂ. ഞാൻ ഇവിടെ ഇത് ഞാൻ ഒന്നുകൂടെ പറയാം. അതായത് പ്രാക്ടീസ് ചെയ്യേണ്ട രീതി ഞാൻ പലതവണ പറഞ്ഞാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത്. നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ സബ്ജക്ട്സ് ഉണ്ട്. ഇത് സബ്ജക്ട്സ് മാറ്റി ഇടുക. അതേപോലെ തന്നെ ഇവിടെ ഒരേ സമയം തന്നെ പല വെർബുകളിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പ്രാക്ടീസ് ചെയ്യാം. ഇനി ഇങ്ങനെയും കൂടെ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ സബ്ജക്റ്റ് ഐ ആണ് അല്ലേ? ഇവിടെ എത്ര വേർബ്സ് കിടപ്പുണ്ട്? പ്ലേ ഉണ്ട്, സിംഗ് ഉണ്ട്, കം ഉണ്ട്, സ്പീക്ക് ഉണ്ട്, ഗോ ഉണ്ട്. അപ്പോൾ ഒരുപാട് നിങ്ങൾക്ക് എഴുതാം ഇവിടെ അല്ലേ? അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്? ആദ്യത്തെ സബ്ജക്റ്റ് ഏതാ? ഐ. അപ്പോൾ എന്താണ്? ഐ പ്ലേ വരുമോ? പ്ലേസ് വരുമോ? ഐ പ്ലേ ആണ് അല്ലേ? എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? എന്തെങ്കിലും നമ്മളിവിടെ ഇതിൻ്റെ കൂടെ ചേർത്ത് തന്നെ പറയണം. ഇവിടെ ഞാൻ എഴുതുന്നില്ല എന്നേ ഉള്ളൂ, ചേർത്ത് പറയാം. അപ്പോൾ എങ്ങനെ പറയാം നമുക്ക്? ഐ പ്ലേ, ഞാൻ കളിക്കാറുണ്ട്. ഐ പ്ലേ ക്രിക്കറ്റ് വെരി വെൽ, ഞാൻ നല്ലതുപോലെ ക്രിക്കറ്റ് കളിക്കാറുണ്ട്. മനസ്സിലായില്ലേ? ഞാൻ കളിക്കാറുണ്ട്. അതേപോലെ തന്നെ ഷീ വരുമ്പോൾ എന്ത് ചെയ്യും? ഷീ പ്ലേസ് ക്രിക്കറ്റ് വെരി വെൽ, അവൾ നല്ലതുപോലെ ക്രിക്കറ്റ് കളിക്കാറുണ്ട്. യുവർ അങ്കിൾ, താങ്കളുടെ അങ്കിൾ പ്ലേസ് ക്രിക്കറ്റ് വെരി വെൽ, താങ്കളുടെ അങ്കിൾ നല്ലതുപോലെ ക്രിക്കറ്റ് കളിക്കാറുണ്ട്. ഹിസ് സിസ്റ്റേഴ്സ് പ്ലേ ക്രിക്കറ്റ് വെരി വെൽ, അപ്പോൾ എന്താണ്? അവൻ്റെ സഹോദരിമാർ നല്ലതുപോലെ ക്രിക്കറ്റ് കളിക്കാറുണ്ട്. അതേപോലെ ഈ സൈഡിലുള്ള മുഴുവൻ സബ്ജക്ട്സ് വെച്ചിട്ടും ഈ ഒരു പ്ലേ വെച്ചിട്ട് എന്ത് ചെയ്യുക? നമ്മൾ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുക. ഇനി ഇത് മുഴുവൻ കഴിഞ്ഞതിന് ശേഷം, പ്ലേ വെച്ചിട്ട് എല്ലാ സബ്ജക്ട്സും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തെ എന്ത് ചെയ്യുക? അത് കഴിഞ്ഞതിന് ശേഷം ഈ അതേ സബ്ജക്റ്റ് കൊണ്ട് തന്നെ എന്ത് ചെയ്യുക? സിംഗ് എടുക്കുക. ഐ സിംഗ് വെരി വെൽ, ഞാൻ നല്ലതുപോലെ പാടാറുണ്ട്. ശരിയല്ലേ? ഷീ സിങ്സ് വെരി വെൽ, അവൾ നല്ലതുപോലെ പാടാറുണ്ട്. യുവർ അങ്കിൾ സിങ്സ് വെരി വെൽ, താങ്കളുടെ അങ്കിൾ നല്ലതുപോലെ പാടാറുണ്ട്. അതേപോലെ രണ്ടാമത്തെ സബ്ജക്റ്റ് കൊണ്ടും ഈ വെർബ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് മൂന്നാമത്തെ സബ്ജക്റ്റ് എടുക്കുക. മനസ്സിലായോ? അതും ഈ പറയുന്ന വെർബ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്യുക. ആ രീതിയിൽ നമ്മൾ തിരിച്ചും മറിച്ചും ശരിക്കും പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലൊരു ടൈം പ്രാക്ടീസ് ആവും. വളരെ ഒഴുക്കോടുകൂടി നമുക്ക് എന്താണോ സംസാരിക്കേണ്ടത്, സബ്ജക്റ്റ് നമ്മുടെ ഉള്ളിൽ, ഏത് സബ്ജക്റ്റ് ആയാലും നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ തന്നെ എന്ത് ചെയ്യും? വെർബ് ഫസ്റ്റ് അത് SORES ആണോ SORES വേണ്ടാത്തതാണോ അത് വളരെ ഒഴുക്കോടുകൂടി തന്നെ ചിന്തിക്കാതെ തന്നെ നമ്മുടെ എന്ത് ചെയ്യും? നമ്മുടെ ടങ്ങിലേക്ക്, നാവിലേക്ക് വരും.
ആ രീതിയിലേക്ക് നമ്മൾ പ്രാക്ടീസ് ചെയ്തെടുക്കുക. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് വളരെ ഫ്ലുവൻ്റായിട്ട് സംസാരിക്കാനായിട്ട് നമുക്ക് പറ്റും. ഇതാണ് ബേസ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ഇംഗ്ലീഷുകാർ പറയുന്നത്. ഇതിൻ്റെ ഇംഗ്ലീഷിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം ഇത് തന്നെയാണ്. പ്രാക്ടീസ് ചെയ്യാൻ ഏറ്റവും നല്ല കാര്യം ഇത് തന്നെയാണ്. ഇത് വളരെ ശരിക്കും സമയമെടുത്ത് നമ്മൾ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യണം. എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നാവിന് നല്ല പ്രാക്ടീസ് ആവും. ഓക്കെ, അപ്പോൾ ഇത് എല്ലാ ദിവസവും എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ സെഷൻ നമ്മളിവിടെ നിർത്തുകയാണ്. ഇനി നമുക്ക് അടുത്ത ഒരു സെഷൻ ഉടനെ ഉണ്ടാവും. അത് നമുക്ക് കുറച്ച് വേർബ്സ്, അതിൻ്റെ 3 ഫോംസുകളും അതിൻ്റെ മീനിങ്സും എല്ലാം കൂടെ ചേർത്ത് നമുക്കൊരു സെഷൻ ഞാൻ ഇട്ട് തരാം. അപ്പോൾ ഇനി മറ്റൊരു സെഷനിൽ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം.